സത്യം എൻ്റെ ഫ്ലൈറ്റ് ക്യാൻസൽ ആയിട്ടിരിക്കുകയാണ്. അപ്പം ടെൻഷൻ വരുമ്പോൾ ഞാൻ ഈ ചോക്ലേറ്റ് എടുത്തത്. സഫ ഇപ്പം ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. സ്പെഷ്യൽ ലൈവ് കാണാൻ താല്പര്യമുള്ളവർക്ക് വേഗം സബ്സ്ക്രിപ്ഷൻ എടുത്ത് വെച്ചാൽ പൊളി ലൈവാണ് വരാൻ പോകുന്നത്. എന്താടി ഞാനൊരു മനുഷ്യനിരിക്കും നീ ഊന്നോ കൊച്ചിടക്കുന്നേ ഒരുപാട് പേരാണ് പുള്ളിക്കാരി സബ്സ്ക്രിപ്ഷൻ കിട്ടിയത്. എന്തുകൊണ്ടാ ഇവിടെ കാണിക്കുന്നതല്ല അതിനകത്ത് വേറെ കാണിക്കുന്നത്? അപ്പൊ ആൾക്കാർ അത് കയറി നോക്കാൻ വേണ്ടി. ജഗരി വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. അതായത് ഇൻസ്റ്റാഗ്രാമിനെ സബ്സ്ക്രിപ്ഷൻ എന്ന പേരിൽ പോൺ സൈറ്റ് ആക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ ചേച്ചിമാർ. ദിനം പ്രതി ഓരോ സെലിബ്രിറ്റികളും ഇതിൻ്റെ ഉള്ളിലേക്ക് ഇന്നായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം. എനിക്ക് സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ്, അതുകൊണ്ടാണ്. പ്ലീസ് സബ്സ്ക്രിപ്ഷനെ പറ്റി പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം എത്തുന്ന പേര് മറ്റാരുമല്ല സുഹൃത്തുക്കളെ, നമ്മുടെ പർപ്പിൾ ചേച്ചിയാണ്. അപ്പോൾ 10-30,000 സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടായിരുന്ന പർപ്പിൾ ചേച്ചി ഇപ്പോൾ 0യിലേക്ക് എത്തി പെട്ടെന്ന് തന്നെ. അതായത് ഒരു ആർമി ഓഫീസറുടെ ഐഡി കാണിച്ചിട്ട് ടോള് കടന്നത് ഒരു വീഡിയോ ആക്കിയിട്ട് ഇൻസ്റ്റയിലിട്ടതിനെ തുടർന്ന് അവിടുന്ന് അങ്ങോട്ട് കഷ്ടകാലമായിരുന്നു പർപ്പിൾ ചേച്ചിക്ക്. പെട്ടെന്ന് തന്നെ ചാനലടിച്ചു പോയി. അതുപോലെ തന്നെ 10-75 ലക്ഷം രൂപ ഇൻസ്റ്റ കൊടുക്കാനുള്ളതും കൊടുത്തില്ല. അത് ഒരെണ്ണം. അപ്പം നമ്മൾ പെട്ടെന്ന് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് പർപ്പിൾ ചേച്ചിയാണ്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു കാര്യം പറഞ്ഞത്. ഓക്കെ, പിന്നെ നമ്മളെ രേണുസുതിയുടെ സബ്സ്ക്രിപ്ഷനിലെ ചേച്ചിയുടെ കസ്റ്റമേഴ്സിനെ ഏറെ നിരാശമാക്കുന്ന രീതിയിലായിരുന്നു ചേച്ചിയുടെ സബ്സ്ക്രിപ്ഷനിലുള്ള വീഡിയോകൾ ആരാണ്ട് ലീക്ക് ചെയ്ത് പുറത്തേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം അതൊന്ന് വെക്കാം. സബ്സ്ക്രിപ്ഷനിൽ നിന്ന് ലീക്കായിട്ടുള്ള രേണുസുതിൻ്റെ വീഡിയോ ആണ്. ഞാൻ ആദ്യം അതൊന്ന് വെക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സബ്സ്ക്രിപ്ഷനിൽ എന്താണ് നടക്കുന്നത്, എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ പ്രായപൂർത്തിയാവാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ണടയ്ക്ക് മാറി നിൽക്കുക, എവിടുന്നെങ്കിലും ഇങ്ങോട്ടൊക്കെ പോയിക്കോ. സങ്കടത്തിലും ടെൻഷനുമാണ്. സത്യം എൻ്റെ ഫ്ലൈറ്റ് ക്യാൻസൽ ആയിട്ടിരിക്കുകയാണ്. അപ്പം ടെൻഷൻ വരുമ്പോൾ ഞാൻ ഈ ചോക്ലേറ്റ് എടുത്തത്. എനിക്ക് എന്താ പറയാ, ഒരു പാട്ടിന്റെ മതി. ഇനി കൂടുതലുണ്ട്, നമ്മൾ അധികം വയ്ക്കുന്നില്ല. അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ സബ്സ്ക്രിപ്ഷനിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈ സബ്സ്ക്രിപ്ഷനിലുള്ള ആൾക്കാരോട് എനിക്ക് വലിയ പൂർവ്വ വൈരാഗ്യങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മുടെ വീട്ടിലും എന്നിട്ട് പറയാം കൊച്ചുകുട്ടികൾ വളർന്നു വരുന്നുണ്ട്. ഇപ്പോൾ ഈ കൊച്ചുകുട്ടികളടക്കം ഉൾപ്പെടെ റീൽസ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റാഗ്രാം എന്ന പ്ലാറ്റ്ഫോം, അപ്പോൾ അവരും ഇതിനെ അറിയാനുള്ള ഒരു കാരണമാവാം. അപ്പോൾ കാരണമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭാവിയിൽ ഇപ്പോൾ പൈസയ്ക്ക് ഒരു ആവശ്യം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇമാതിരി ഓരോ തോന്നിവാസം കാണിച്ചിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ മാതാപിതാക്കളെ വരെ പറഞ്ഞതനുസരിക്കാത്ത രീതിയിൽ അടിച്ചു പുറത്താക്കുന്ന ഒരു കാലഘട്ടമാവും ഇനി വരാൻ പോകുന്നത്. സോ നമ്മൾ ഇതിനെ എത്രയും വേഗം ഒരു തടയിടണം എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഒരുപാട് പോൺ സൈറ്റുകളുണ്ട്. ഇപ്പോൾ 18+ ആയിട്ടുള്ള ഒരുപാട് സൈറ്റുകളും വേറെ കുറേ ആപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർക്ക് അതിനകത്ത് പോയിട്ട് ഉണ്ടാക്കിക്കൂടെ എന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ഇൻസ്റ്റഗ്രാം വഴി സബ്സ്ക്രിപ്ഷൻ ചെയ്യേണ്ട കാര്യമുണ്ടോ? അപ്പോൾ മെറ്റ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇമ്മാതിരിയിട്ടുള്ള തോന്നിവാസം ഈ സബ്സ്ക്രിപ്ഷനിലൂടെ വരും എന്നുള്ളത്. ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻ നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാമല്ലോ. ഇപ്പം നല്ല നല്ല കോണ്ടൻറ്റുകൾ ഡെയിലി കൊടുക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു സംഭവം കുഴപ്പമുണ്ടാവില്ല. ഇത് ഭാവിയിൽ നിങ്ങൾക്ക് തന്നെ ദോഷം ചെയ്യും. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുള്ള ആൾക്കാർക്ക് കണ്ടുമടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന്മാർ തന്നെ ചിലപ്പോൾ റിപ്പോർട്ട് അടിച്ചു തരും. അപ്പോൾ അവന്മാർ വിചാരിക്കുന്ന പോലത്തെ ഒരു സംഭവം ഇപ്പോൾ ചേച്ചി കൊടുത്തില്ലെങ്കിൽ അത്
റിപ്പോർട്ട് അടിച്ചു തരും. അപ്പോൾ പർപ്പിൾ ചേച്ചിയുടെ ചാനലിൽ പോകാൻ ഇതും ഒരു കാരണമാവാം. പബ്ലിക്കായിട്ട് ഇട്ടിട്ടുള്ള വീഡിയോസ് ഈ സബ്സ്ക്രിപ്ഷൻ ചാനലിൽ കൊണ്ടിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന്മാർ ചിലപ്പോൾ നല്ല രീതിക്ക് പണി തരും. സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആൾക്കാർ റിപ്പോർട്ട് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാനൽ പെട്ടെന്ന് സ്റ്റോപ്പ് ആവുകയും ചെയ്യും. ഒരുപാട് പുതിയ ആൾക്കാർ ഇതിനകത്ത് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അനാരാജം വന്നു, നമ്മളെ സഫ ഇപ്പോൾ ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട് സബ്സ്ക്രിപ്ഷനിൽ. എന്തുവാടേ ഞാനിവിടെ കൊടുക്കുക. എന്താണ് സഫ ഇതിനകത്ത് കയറിയിട്ടുള്ളതെന്ന് പറഞ്ഞത് 390 സബ്സ്ക്രിപ്ഷൻ ചാനൽ. സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് 5 സ്റ്റോറീസ് ഇട്ടിട്ടുണ്ട്. 10 സബ്സ്ക്രൈബറായി ഓൾറെഡി. അപ്പോൾ 390 രൂപയാടേ ആളുടെ സബ്സ്ക്രിപ്ഷൻ ചാർജ്. രേണുസുതിക്കാണ് കുറവ് കേട്ടോ, 190 180 അങ്ങോട്ടുള്ളൂ. പർപ്പിളിനുണ്ടായിരുന്നു തോന്നുന്നു 390 ആ ഒരു ലെവലിൽ. ഓക്കെ, ഇപ്പം എല്ലാവരും സബ്സ്ക്രിപ്ഷനിലോട്ടാണ് മറയുന്നത്. ഈ രേണുസുധീനെ പറ്റിയിട്ട് നടി പ്രിയങ്ക പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം. സത്യം വേറെ ആയിരിക്കും, നമുക്കറിയില്ല. ഞാൻ ഈ രേണുസുധിയെ കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ തവണ ഞാനൊരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരുന്നു. എന്താണ് എന്നോട് ചോദിച്ചു രേണുസുധിയുടെ. ഞാൻ പറഞ്ഞു, ആ കുട്ടി ഭയങ്കരമായ സൗന്ദര്യമായിട്ട് നടക്കുന്ന ഒരാളല്ല. അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർ മേക്ക് ഓവർ ഒക്കെ ചെയ്ത് ബ്യൂട്ടീഷ്യനും കൊളാബൊക്കെ ചെയ്ത് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഓരോ പ്രോഗ്രാം ചെയ്യണോ, അത് ചെയ്യുന്നു ഒക്കെ ശരി. അതാണ് ഞാൻ പറഞ്ഞത്, സെൽഫ് മെയ്ഡ്. ആരും പുഷ് ചെയ്ത് പുള്ളിക്കാരി സ്വന്തമായിട്ട് ഉയർന്നു. ഇന്നത്തെ കാലത്ത് ഒരു പണിയില്ലാതെ ഒരുപാട് പേര് ഇരിപ്പുണ്ട്. സത്യം, നമ്മുടെ ആർട്ടിസ്റ്റുകളൊക്കെ ഒരുപാട് പേരുണ്ട്. ഞാൻ ആരും പേരൊന്നും പറയുന്നില്ല, ഉണ്ട്. ആ സമയത്ത് രേണുവിനെ കൊണ്ടൊക്കെ ഉദ്ഘാടനം ചെയ്യിപ്പിച്ച് അവരുടെ കഴിവിന്റെ പരമാവധി കൊണ്ടാണ് അതൊക്കെ ചെയ്ത് 10 പൈസ ഉണ്ടാക്കുന്നത്. അവരുണ്ടാക്കിക്കോട്ടെ. പക്ഷെ അത് നേരെ വണ്ണം കുടുംബം നോക്കാനും കൂടി ആയി, കുടുംബത്തിനെയും ചേർത്ത് പിടിച്ച് ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പൊ നോക്കുമ്പോൾ ആൾക്കാരുടെ മനസ്സിൽ എന്താണ്, കുടുംബം നോക്കാതെയും കൊച്ചിനെ കാണിക്കുന്നില്ല. ഇപ്പൊ മോനാണെങ്കിലും ചെറിയ കുട്ടിയാണെങ്കിലും എപ്പോഴെങ്കിലും ഒരു ദിവസമെങ്കിലും ഇത്ര തിരക്കുണ്ടെങ്കിലും ഏത് ദുബായിലോ അമേരിക്കയിലോ ഒക്കെ പോയിക്കോട്ടെ, ഒരു ദിവസമെങ്കിലും സോഷ്യൽ മീഡിയാസിന്റെ മുമ്പിലാണെങ്കിലും ഇത്രയും നടക്കുന്ന ഒരാൾ. ഈ രേണുസുധീനെ പറ്റിയിട്ട് കുറച്ച് നാൾ മുമ്പ് വരെ നല്ല കാര്യങ്ങൾ പറഞ്ഞിരുന്ന ആളാണ് ഈ നടി പ്രിയങ്ക. പക്ഷെ അതിലും ഒരു ആ സമയത്ത് ഈ സബ്സ്ക്രിപ്ഷൻ വാങ്ങിയൊന്നുമില്ല. അപ്പോൾ രേണുസുധിയെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുടുംബത്തിന് വേണ്ടിയിട്ട് രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്നു, അതിനു വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്ന ഒരു കാര്യമായി അങ്ങനെ കണ്ടുകൊണ്ടായിരിക്കണം അന്ന് നല്ലൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ മക്കളുടെ കാര്യം കൂടി പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു വീഡിയോ കൂടി ഞാനിവിടെ പ്ലേസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞോട്ടെ, രേണുസുധീനെ പുള്ളിക്കാരി ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഒരു 100 രൂപ പോലും 100 പോലും എടുക്കാനില്ലാത്ത സമയത്ത് മോന്റെ ഇതൊക്കെ നോക്കുന്ന ഫ്ലവേഴ്സ് ആണെന്ന് പറയുന്നത്. എനിക്കിതൊന്നും അറിയില്ല. അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പൈസ കുറച്ച് സ്വരൂപിച്ച് ഉണ്ടാക്കിയപ്പോൾ നമ്മൾ ഇരിക്കുന്നത് സോഷ്യൽ മീഡിയയില പരസ്യമായിട്ട്. അപ്പോൾ ജനങ്ങൾ ചോദിക്കുന്നതിന് കുറച്ചെങ്കിലും മറുപടി കൊടുക്കണം. ഈ ജനങ്ങളെ കാണിക്കാനുള്ള ഇതൊക്കെ ചെയ്യുന്നത്. അല്ലെങ്കിൽ പിന്നെ വെറുതെ എവിടെയെങ്കിലും പോയി വിളിച്ച് കൂട്ടി പൈസ കിട്ടുമോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഫാമിലിയും കൂടെ അറ്റാച്ച് ചെയ്യണമായിരുന്നു. വളരെ കറക്റ്റാണ്. ഇപ്പോൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ പറയുന്നതും കുറച്ചൊക്കെ കേൾക്കണം. പിന്നെ ഫാമിലിയും കൂടി ഇതിനകത്ത് അറ്റാച്ച് ചെയ്യിക്കണം. മക്കളെയും കൊണ്ടുവന്ന് സംസാരിക്കുമോ, അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ, അയ്യോ അമ്മ എന്തെങ്കിലും നടക്കണേ എന്നുള്ള ചോദ്യം ചെയ്യാത്ത രീതിയിൽ ഡ്രസ്സിങ്ങിലും കാര്യങ്ങളിലും കുറച്ച് ശ്രദ്ധിക്കണം. ഞാൻ അവരെ കുറ്റം പറഞ്ഞതല്ല, കുറ്റമല്ല. പക്ഷെ ഞാനൊന്ന് പറഞ്ഞു, ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ മക്കളോട്, ഈ വളർന്നു വന്ന മോനോട് അവന്റെ കൂട്ടുകാരന്മാരൊക്കെ ചോദിക്കുന്നുണ്ടാവും. നമുക്ക് പറയാൻ പറ്റുമോ? പക്ഷേ ഇപ്പം പുള്ളിക്കാരി സബ്സ്ക്രിപ്ഷൻ തന്നെ തുടങ്ങിയപ്പം ഈ ഫസ്റ്റ് ഡേ തന്നെ ഒരുപാട് പേരാണ് പുള്ളിക്കാരി സബ്സ്ക്രിപ്ഷൻ കിട്ടിയത്. എന്തുകൊണ്ടാ ഇവിടെ കാണിക്കുന്നതല്ല അതിനകത്ത് വേറെ കാണിക്കുന്നത്? അപ്പൊ ആൾക്കാർ അത് കയറി നോക്കാൻ വേണ്ടി പുള്ളിക്കാരി ഇപ്പൊ നമ്മളൊരു സബ്സ്ക്രിപ്ഷൻ ഇട്ട് കഴിഞ്ഞാൽ നമ്മള് ഇപ്പൊ ഒരു നോർമൽ ഒരു ആക്ട്രസ് ആയിക്കോട്ടെ, കുറച്ച് ഫീൽഡ് ഔട്ട് ആയിട്ട് നിൽക്കുന്ന ഒരാൾ ഒരു സബ്സ്ക്രിപ്ഷൻ ഇട്ടാൽ പോലും എന്ത് കണ്ടന്റ് ഇട്ടാലും അത് കയറി നോക്കിയാലല്ല കണ്ടന്റ് ഉണ്ട് എന്ന് നമുക്ക് അറിയൂ. പക്ഷെ പുള്ളിക്കാരിയുടെ ആ ഒരുപാട് കഷ്ടപ്പെട്ടാണ് മുന്നോട്ട് വന്നത്. കഷ്ടപ്പെട്ടിട്ട് അന്നിരുന്നേക്കാളും ലെവൽ ഇപ്പൊ പൊസിഷൻ ആയോ? അതെ 100 ഇപ്പൊ ഉദ്ദേശിച്ചതാണ്. ഇപ്പൊ നമ്മളൊക്കെ സബ്സ്ക്രിപ്ഷൻ ചാനൽ തുടങ്ങിയാലും അത് നല്ല കോണ്ടന്റുകൾ കൊടുത്താലും ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യണമെന്നില്ല. പക്ഷെ രേണുസുധി സബ്സ്ക്രിപ്ഷൻ ചാനൽ തുടങ്ങിയ വഴിക്ക് അത്രയും സബ്സ്ക്രൈബേഴ്സ് കയറി വന്നു എന്നുള്ളതാണ്. കൈനീട്ടുണ്ടല്ലോ, വേണ്ടല്ലോ. മക്കളുണ്ടല്ലോ, 2 ആമ്പിള്ളേര്. മക്കൾക്ക് ബുദ്ധി. ഇപ്പൊ ഞാൻ പറയട്ടെ, ഞാൻ ഇത് തുടങ്ങി, ഞാനിപ്പോ ഇരിക്കുന്ന പോലെയല്ല, ഞാൻ കുറച്ച് മാറി ഒന്ന് അപ്പുറത്തോട്ട് പോയി നോക്കിയേ, എനിക്ക് ഇഷ്ടംപോലെ സാമ്പത്തിക ഇപ്പുറത്ത് വന്നുകൊണ്ടേയിരിക്കും ഇല്ലേ? ഞാൻ എന്താ ചെയ്യാത്ത? എന്റെ മോന് ഇപ്പൊ 18 വയസ്സ് കഴിഞ്ഞു, എന്റെ മോൻ വളർന്നു വരുന്നു, ഞാൻ ഒരു അമ്മയാണ്. അപ്പൊ ആ ഒരു ചിന്ത എന്നും എല്ലാവരും മനസ്സിലും വേണം. ഞാനിപ്പോ രേണു അങ്ങനെ കാണിച്ചിട്ട് കാശുണ്ടാക്കിയെന്നല്ല ഞാൻ പറയണത്. അത് വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. കുട്ടികളൊക്കെ വളർന്നു വരികയാണ്. അപ്പം നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധിക്കണം. നമ്മൾ കുടുംബങ്ങളെയും നമ്മൾ ചേർത്ത് പിടിച്ചുകൊണ്ട് വേണം നമ്മളെ ലൈഫ് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഇനി മറ്റൊരു ടീമുണ്ട്, ഈ മാർക്കറ്റിലൊക്കെ പോവില്ലേ നമ്മൾ, അപ്പോൾ അവിടെ നിന്നൊക്കെ വിളിച്ച് പറയില്ലേ, ഇവിടെ ചാള 10 രൂപ 10 രൂപ 10 രൂപ 10 രൂപ. അപ്പോൾ അപ്പുറത്തുനിന്ന് വിളിച്ച് പറയും, ഇവിടെ 5 രൂപയുള്ളൂ, ഇവിടെ 5 രൂപയുള്ളൂ 5 രൂപയുള്ളൂ, വേഗം വന്നോ, ഇന്ന് രാത്രി മാത്രമുള്ളൂ ഈ ഓഫർ. അമ്മാതിരി ലെവലിൽ
അത്രയും തറ ലെവലിൽ സബ്സ്ക്രിപ്ഷൻ ചാനലിന് ലേലം വിളിക്കുക. ഈ എന്താ പറയുക, ഒരു കച്ചവടം പോലെ. എന്താണല്ലേ, വായോ വായോ വായോ, വൈകുന്നേരം ഇന്ന് വൈകുന്നേരം നല്ല അടിപ്പം ഞാനൊന്നും പറയണില്ല, ഞാൻ കാണിച്ചു തരാം. ഇതാണ് കക്ഷി, ആളെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവള് ഇൻസ്റ്റാഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയതിന് ശേഷം ഒരു കണ്ണും ചെവിയും പൊറുതിയും തന്നിട്ടില്ലടോ. നോക്ക്, സ്പെഷ്യൽ ലൈവ് കാണാൻ താല്പര്യമുള്ളവർക്ക് വേഗം സബ്സ്ക്രിപ്ഷൻ എടുത്ത് വെച്ചോളൂ. പൊളി ലൈവാണ് വരാൻ പോകുന്നത്. സ്പെഷ്യൽ ലൈവ്, സ്പെഷ്യൽ ലൈവ്. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സ്പെഷ്യൽ ലൈവ് കാണാൻ താല്പര്യമുള്ളവർക്ക് വേഗം സബ്സ്ക്രിപ്ഷൻ എടുത്ത് വെച്ചോളൂ മക്കളെ. പൊളി ലൈവാണ്, ഒരു രക്ഷയില്ലാത്ത ലൈവാണ് ഇനി വരാൻ പോകുന്നത്. ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ജസ്റ്റ് നോക്കിയാൽ മനസ്സിലാക്കാം. അമ്മ അതിൽ രണ്ടാറ് ലൈവ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ വേഗം സബ്സ്ക്രിപ്ഷൻ എടുത്ത് വെക്കുക. വേറെ ഒന്നും എനിക്ക് പറയാനില്ല, സബ്സ്ക്രിപ്ഷൻ ചെയ്താൽ മാത്രം സ്പെഷ്യൽ ലൈവ് കാണാൻ പറ്റുള്ളൂ, അല്ലാത്തവർക്കൊന്നും സബ്സ്ക്രിപ്ഷനേ ലൈവ് വാച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എല്ലാവരും വേഗം സബ്സ്ക്രിപ്ഷൻ ലൈവ് എടുക്കുള്ളൂ. വെളിച്ചപ്പാട് അങ്ങനെ അഡാർ സ്പെഷ്യൽ ലൈവാണ് ഇനി വരാൻ പോകുന്നത്. എല്ലാവരും വേഗം സബ്സ്ക്രിപ്ഷൻ എടുത്ത് വെച്ചോളി. പൊളി ലൈവ് വെച്ചാൽ പൊളി ലൈവ് വന്നിരിക്കാൻ പോവാണ്. സ്പെഷ്യൽ ലൈവ് കാണാൻ താല്പര്യമുള്ളവരൊക്കെ വേഗം സബ്സ്ക്രിപ്ഷൻ എടുത്ത് വെച്ചോളി. പൊളി ലൈവാണ് വരാൻ പോകുന്നത്, 1.5 ലൈവാണ് വരാൻ പോകുന്നത്. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സ്പെഷ്യൽ ലൈവ്. വേഗം സബ്സ്ക്രൈബ് ചെയ്ത്. ഇനിയിപ്പോൾ ഇതിനകത്ത് വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്ന് പറയില്ലേ. ഇപ്പോൾ ഇവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഉപകാരമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സബ്സ്ക്രൈബ് ചെയ്യണവർക്ക് ഒരു ഉപകാരം എന്ന് പറഞ്ഞാൽ ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറഞ്ഞ പോലെയാണ്. ഞാൻ കാണിച്ചു തരാം. അമ്മാരി എന്ത് വിളിച്ചു കയറ്റാന്ന് പറയില്ലേ, അമ്മാതിരി അവരാ. എന്താടി ഞാനൊരു മനുഷ്യനിരിക്കും, നീ ഇതിരി ഊന്നോ കൊച്ചുണ്ടാക്കുന്നേ? അല്ല മറ്റേ ഇത്ര വകലില്ല പറയുന്നത്. സത്യം. ചമനി 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 കബനി 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 പ്ലീസ് സബ്സ്ക്രൈബ് പൊട്. എല്ലാവരും സബ്സ്ക്രിപ്ഷൻ എടുത്തോളൂ മക്കളെ. ഞാൻ അടിപൊളിയായിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സൂപ്പർ ആയിട്ട് കൊണ്ടുവച്ചിട്ട്, അയ്യോ സൂപ്പർ ആയിട്ടുള്ള ചോക്ലേറ്റ് ഇവിടെ ഉണ്ട്. ഏതൊരു മഞ്ച്, ആ മഞ്ച് നിങ്ങൾക്കൊക്കെ ഞാൻ തരാം. ആ മഞ്ച് നിങ്ങൾക്ക് ഷോക്ക് അടിച്ചതാ. സ്പെഷ്യൽ അഡാർ ലൈവ് വാച്ച് ചെയ്യാൻ ആഗ്രഹം കാണട്ടോ. പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താണ് സ്പെഷ്യൽ വീഡിയോസ് നിങ്ങൾ കണ്ടു ഞെട്ടിപ്പോ. വിളിച്ചു കയറ്റാണ്. ഇവിടേക്ക് വരും, ഇവിടേക്ക് വരും, അവിടേക്ക് വരും. എന്താ പറയാ, അഡാറ് സബ്സ്ക്രിപ്ഷൻ ലൈവ് കാണാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് അടിച്ചു കയറി വാ. എന്താ പറയുക, സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ ഒരു സംഭവം അതൊരു ജോലിയാക്കി മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ ഒരുവിധപ്പെട്ട എല്ലാ പെണ്ണുങ്ങളും, ഒരുവിധപ്പെട്ട എല്ലാ സ്ത്രീകളും, എല്ലാ സെലിബ്രിറ്റികളും ഇപ്പോൾ ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. ഇപ്പോൾ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോവും എന്നുള്ള ലെവലിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ലോകം. അപ്പോൾ ഇതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പോയി വരാം അടുത്തൊരു വീഡിയോ ആയിട്ട്.